ഏറ്റവും ഒടുവിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് പറഞ്ഞത് മന്ത്രിക്ക് ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുണ്ട്. മന്ത്രിയെ ഇപ്പോൾ നിരീക്ഷണത്തിന് വേണ്ടി ICUവിലേക്ക്, അതായത് അതിതീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ICUവിൽ അഡ്മിറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പരിക്ക് മന്ത്രിക്കുണ്ടോ? യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇന്ന് കണ്ണൂരിൽ വിവിധ ഉദ്ഘാടന പരിപാടികളുണ്ടായിരുന്നു മന്ത്രി വീണ ജോർജിന്. അവിടെയൊക്കെ തന്നെ മന്ത്രിക്കെതിരെ പ്രതിഷേധമുണ്ടായി. ഏറ്റവും ഒടുവിൽ 3:15 മന്ത്രി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസിന് പോകാനായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ആ സമയത്ത് ഈ പ്രതിഷേധം ഉണ്ടാകും എന്ന മുൻകരുതലിൻ്റെ അടിസ്ഥാനത്തിൽ വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. അങ്ങനെ മന്ത്രി വാഹനത്തിൽ നിന്നിറങ്ങി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിന് തൊട്ട് പുറത്തായി ടിക്കറ്റ് കൗണ്ടറിന് സമീപത്തേക്ക് എത്തി. ആ സമയത്താണ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന KSU പ്രവർത്തകർ, അതിൽ KSUവിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുലാണ് ഉണ്ടായിരുന്നത്. MC അതുലാണ് കരിങ്കൊടിയുമായി മന്ത്രിക്ക് അടുത്തേക്ക് എത്തിയത്. ആ സമയത്ത് വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. പോലീസ് അതുലിനെ പിടിച്ചു മാറ്റി. അപ്പോൾ മന്ത്രി പറഞ്ഞു എനിക്ക് മുന്നോട്ടേക്ക് പോകണമെന്ന്. മന്ത്രിയും MC അതുലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. പക്ഷേ അവിടെ വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. മന്ത്രിയെ പിടിച്ച് സമാശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് ഈ പോലീസുകാർ. ഒപ്പം MC അതുലിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. അവിടെ നിന്നും മന്ത്രി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നു. മന്ത്രി പിന്നീട് 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വന്ദേ ഭാരത് ട്രെയിൻ വരുന്നത്. 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് മന്ത്രി എത്തുന്നു. അങ്ങനെ 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് മന്ത്രി എത്തിയ സമയത്ത് അവിടെ AM ഷംസീർ സ്പീക്കർ ഉണ്ടായിരുന്നു. അങ്ങനെ ഷംസീറുമായി സംസാരിക്കുന്നത്. അപ്പോൾ ഷംസീർ മന്ത്രിയോട് ചോദിക്കുന്നത് എന്താണ് സംഭവിച്ചത്. അപ്പോൾ മന്ത്രി പറയുന്നു ഇങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടായെന്ന്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയെ വിളിച്ച് സംസാരിക്കണമെന്ന് പറയുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിക്കുന്നു. അങ്ങനെ അവിടെ വെച്ചാണ് മുഖ്യമന്ത്രി ഫോണിൽ വിളിക്കുന്നത്. ആ സമയത്ത് മന്ത്രി പറയുന്നു എനിക്ക് കഴുത്തിന് വേദനയുണ്ട് എന്ന്. അങ്ങനെ ആശുപത്രിയിൽ പോകാൻ നിർദ്ദേശം നൽകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി, അതായത് 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കയറാൻ പോയ മന്ത്രി അവിടെ നിന്നും തിരിച്ച് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. കഴുത്തിന് പരിക്കേറ്റു എന്നതാണ് മന്ത്രി പറയുന്നത്. തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ആദ്യം പ്രവേശിപ്പിക്കുകയും അവിടെ നിന്ന് ICUവിലേക്ക് മന്ത്രിയെ മാറ്റുകയും ചെയ്തു. പിന്നീട് മുഖ്യമന്ത്രി, കണ്ണൂർ ജില്ലയിൽ നിന്ന് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ICUവിലെത്തി ഈ മന്ത്രി വീണ ജോർജിനെ കാണുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ സംഘർഷത്തിൻ്റെ ദൃശ്യങ്ങളിൽ നമുക്ക് മന്ത്രിയെ ആക്രമിക്കുന്നത് കാണാൻ കഴിയുന്നില്ല. പക്ഷേ മന്ത്രി പറയുന്നത് തന്നെ ആക്രമിച്ചു എന്നതാണ്. കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്, കഴുത്തിന് വേദനയുണ്ട് എന്നതാണ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. ഏതായാലും KSU പ്രവർത്തകർ പറയുന്നത് തങ്ങൾ മന്ത്രിയെ ദേഹത്ത് പോലും സ്പർശിച്ചിട്ടില്ല, ആ പരിസരത്തേക്ക് തങ്ങൾ പോയിട്ടില്ല, അതുകൊണ്ട് തങ്ങൾക്കിതിൽ യാതൊരു പങ്കുമില്ല എന്നതാണ്. പക്ഷേ CPM-ഉം DYFയും പറയുന്നത് ഈ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുക മാത്രമല്ല അവിടെ കൊണ്ട് റീത്ത് വെച്ചിരുന്നു. അതുകൊണ്ട് അതൊരു മുന്നറിയിപ്പാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു ആക്രമണം നടത്തിയത്. അതുകൊണ്ട് സമാനമായ രീതിയിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ DYFI നൽകുന്നത്. ഫെലിക്സ്, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇതിലിപ്പം പ്രതിപക്ഷ നേതാവിനോടടക്കം KSU നേതാക്കളോടും യൂത്ത് കോൺഗ്രസ് നേതാക്കളോടും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇന്ന് മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു. അവരെല്ലാവരും പറയുന്ന കാര്യം ഈ ദൃശ്യങ്ങൾ മുഴുവൻ എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട്. അതിൽ ഒരു ഫ്രെയിമിൽ പോലും മന്ത്രിക്കടുത്തേക്ക് എത്താൻ ആ പ്രതിഷേധക്കാർക്ക് കഴിയുന്നില്ല. കാരണം ആ രീതിയിലുള്ള പോലീസ് സന്നാഹം അവിടെയുണ്ട്. ഈ പറയുന്ന അതുലിനെ പോലീസ് ആ രീതിയിൽ കീഴ്പ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ആവശ്യം റെയിൽവേ സ്റ്റേഷനാണ്. CCTV ദൃശ്യങ്ങൾ ഉണ്ടാകുമല്ലോ, അതൊന്ന് പുറത്തു വിട്ടുകൂടെ, എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആകുമെന്ന്. ആ ദൃശ്യങ്ങൾ പുറത്തു വരുമോ ഫെലിക്സ്? CCTV ദൃശ്യങ്ങൾ പുറത്തു വരണമെങ്കിൽ റെയിൽവേ പോലീസാണ്, കേരള റെയിൽവേ പോലീസാണ് അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. ഇത് പുറത്തു വിടുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം CCTVയിൽ എല്ലാ ദൃശ്യങ്ങളും കൃത്യമായി ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ടിക്കറ്റ് കൗണ്ടറിൽ വെച്ചാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന MC അതുൽ എന്ന KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് കരിങ്കൊടിയുമായി ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തുന്നു. ആ സമയത്ത് മന്ത്രിക്ക് ചുറ്റും വൻ പോലീസ് സന്നാഹം തന്നെ ഉണ്ടായിരുന്നു. മന്ത്രിയുടെ തൊട്ടടുത്തേക്ക് എത്താൻ ഏതായാലും MC അതുലിന് കഴിഞ്ഞില്ല. MC അതുലിനെ അവിടുത്തെ പോലീസ് പിടിച്ച് മാറ്റുകയാണ് ചെയ്തത്. ആ സമയത്ത് മന്ത്രി പറയുന്നുണ്ട് എനിക്ക് മുന്നോട്ട് പോകണം, ഞാൻ മുന്നോട്ട് പോകും എന്ന് മന്ത്രി പറയുന്നുണ്ടായിരുന്നു. മന്ത്രി ആ രീതിയിൽ തന്നെ വളരെ രൂക്ഷമായി KSU പ്രവർത്തകരോട്, പ്രതിഷേധത്തിൽ പങ്കെടുത്ത KSU പ്രവർത്തകരോട് സംസാരിക്കുകയും അവിടെ നിന്ന് മന്ത്രി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ മന്ത്രിയും മുന്നോട്ട് തന്നെ പോയി. ആ സമയത്ത് മന്ത്രി 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോൾ മന്ത്രി വളരെ സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് നിന്നത്. പിന്നീട് 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തുന്നു. 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വന്ദേ ഭാരത് ട്രെയിൻ. വിവരങ്ങൾ നൽകിയത്.